Good morning to all. Good morning, ma'am. Morning, Miss. Good morning. Good morning, Miss. Okay. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? എല്ലാവർക്കും പനിയൊക്കെയാ മാം. പനിയാണ്. ഓക്കെ, ഇന്ന് സെലിബ്രേഷൻ ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലെന്നാണോ? അല്ല മിസ്, ഞങ്ങൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോ ഉള്ളവരെ വെച്ചിട്ട് ഞങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ സ്റ്റാർട്ട് ചെയ്താലോ? ടൈം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ ഹലോ ആണോ? ഓക്കെ, അപ്പൊ ക്രിസ്മസ് എല്ലാം കഴിഞ്ഞു അല്ലേ? അതിനുശേഷമാണ് നമ്മള് സെലിബ്രേഷൻ വെച്ചത്. അതുകൊണ്ട് എനിക്കറിയില്ല നിങ്ങൾ എത്രത്തോളം പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എനിക്കൊന്നും അറിയില്ല കേട്ടോ, ഒരു ഐഡിയ ഇല്ല, അറിയാലോ. അതുകൊണ്ട് എല്ലാം കോർഡിനേറ്റ് ചെയ്യുക. നിങ്ങൾ നോർമലി കോർഡിനേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതും കോർഡിനേറ്റ് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ വെയിറ്റിംഗ് ആണ്, എന്തൊക്കെയാണ് എന്നറിയാനും കാണാനും വെയിറ്റിംഗ് ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? Hello everyone. Good morning to all. Welcome to our special Christmas and New Year celebration class, a magical time where we celebrate the end of the wonderful year and welcome a fresh start filled with hope, joy, and new dreams. As we all know, no good work can begin without remembering the Almighty, the creator of the universe. Let us start our class with a prayer song. I request Binsha for the prayer song. Okay, Good just wait morning, ma'am. second. Just wait second. എല്ലാവരും ഓക്കെ ഡ്രസ്സപ്പ് ചെയ്ത് ഇരിക്കുകയാണല്ലോ അല്ലെ? ക്യാമറ ഓൺ ചെയ്യാവോ? സെലിബ്രേഷൻ അല്ലേ, ക്യാമറ ഓൺ ചെയ്യാവോ? ഓക്കെ, ഞാൻ ഇനി അൺപിൻ ചെയ്യാം. സോ എനിക്ക് എല്ലാവരെയും കാണാലോ. റെഡി ആണോ? No, ma'am. ഞാൻ റെഡി അല്ല. വീഡിയോ ഓൺ ആക്കാൻ ഞാൻ റെഡി ആയില്ല. എന്ത് ചേച്ചി? ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അന്നേരം ഹസ്ബൻഡിന്റെ വീട്ടിലെ, അന്നേരം ഞാൻ ജസ്റ്റ് ഒന്ന് കേറിയതാ. ഓക്കെ ഓക്കെ ഓക്കെ, കുറച്ചു പേരേ ഉള്ളൂല്ലോ. എല്ലാവരും ക്യാമറ ഓൺ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും കാണായിരുന്നു കേട്ടോ. ഓക്കെ, സെലിബ്രേഷൻ ആയിട്ട് ഡ്രസ് കോഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലേ? നിങ്ങൾ എന്തൊരു മനുഷ്യന്മാരാണ് അതൊക്കെ. ഓക്കെ, അപ്പോ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊന്ന് ഓൺ ചെയ്യാ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോളൂ ബിൻഷ. Okay, ma'am. Good morning, ma'am. Good morning, friends. God's love, it's so wonderful. God's love, it's so wonderful. God's love, it's so wonderful. Oh, wonderful love. It's so high, we can get over it. It's so deep, we can get under it. It's so wide, we can get around it. Oh, wonderful love. Ma'am. I invite Reshma for signing. A warm welcome to all. I wish all you happy Christmas and happy New Year. I welcome Ashwati Miss to the class and all teachers to the class. Thank you, Reshma. A positive thought in the morning work like fuel. It keeps us going all day. It's time for our daily thought. So I would like to invite Sanila for share. Thank you, Anu. Hi everyone, Sanila here. I hope all are well, and I hope all are celebrated Christmas in a small way also. Then today I'm going to share some little bit thoughts. At Christmas, we are reminded that the greatest gift of love. So, practicing gratitude is how we honor that gift in our hearts and share it with others. Santa Claus encourages us to reach out to people
and reminds us too that a little bit of kindness goes a long way. Then, as the year comes to an end, don't focus on what you didn't achieve. Focus on that lessons you learned and possibilities ahead. That's all. Have a nice day, everyone. Have a happy new year, and very thankful. Thank you, everyone. താങ്ക് യു സനില. നമുക്ക് നമ്മുടെ കൊച്ചു പരിപാടിയിലേക്ക് കടക്കാം. അത് പ്രോഗ്രാമിന് മുന്നോട്ട് എല്ലാവരും വരണം. എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. Okay, ma'am. I am Binsha. Good morning, ma'am. Good morning, friends. ഡിസംബർ 25 ക്രിസ്മസ്. മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ലോക ജനത കാത്തിരുന്ന യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള സന്ദേശം. ലോകത്തിന് പ്രതീക്ഷയും പ്രകാശവും നൽകിയ ദിനമാണ് ഡിസംബർ 25. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവ്. പരസ്പരം സ്നേഹിക്കാനും പ്രകാശം പരത്താനും അവരന്റെ വേദനകൾ മനസ്സിലാക്കി അവനിൽ സ്വയം ദർശിക്കാനും അവരെ സഹായിക്കാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണിയേശു പിറക്കുന്നത്. ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീടുകൾക്ക് മുന്നിലെ നക്ഷത്രങ്ങൾ. ക്രിസ്തുമസിന്റെ വരവ് അറിയിക്കുന്നവയാണിവ. തുടർന്ന് ക്രിസ്തുമസ് കരോളുകളുടെ വരവായി. ക്രിസ്തുവിന്റെ ജനനത്തെ സൂചിപ്പിക്കുന്നതും നൃത്തത്തിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ വീടാനന്തരം നടന്നു പാടുന്ന സമൂഹ ഗാനമാണ് കരോൾ. നൃത്തം ചെയ്യുന്ന, സമ്മാനങ്ങൾ കൈമാറുന്ന ക്രിസ്തുമസ് അപ്പൂപ്പനും പുൽക്കൂട് നിർമ്മാണവും എല്ലാം ക്രിസ്തുമസിന്റെ വലിയ പ്രത്യേകതകളാണ്. ക്രിസ്തുമസ് മത സൗഹാർദ്ദത്തിന്റെ ദിനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജാതി മത ഭേദമന്യേ എല്ലാവരും ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. അതിനാൽ നാം സ്കൂളുകളിലും വീടുകളിലുമെല്ലാം കേക്ക് മുറിച്ചും പരസ്പരം സമ്മാനങ്ങൾ കൈമാറിയും ക്രിസ്മസിനെ വരവേൽക്കുന്നു. ഹാപ്പി ക്രിസ്മസ് ആൻഡ് എ വെരി ഹാപ്പി ന്യൂ ഇയർ ഓൾ ഓഫ് യു. താങ്ക് യു. Okay. Then എന്താണ് ആക്റ്റീവ് അല്ല എല്ലാവരും? ഗുഡ് മോർണിംഗ് മാം. നേരത്തെ പ്രിപ്പയർഡ് ഒന്നും അല്ല, ഇപ്പോ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തതാണ്. അപ്പം ഒരു സ്പീച്ച് പറയാം. ഗുഡ് മോർണിംഗ് ഓൾ, ഐ എം രേഷ്മ ഹിയർ. I would like to say a short note about the Christmas. Christmas, celebrated on December 25th, commemorates the birth of Jesus Christ, combining deep religious significance for Christians with widespread culture facility globally, marked by traditions like decorating trees, exchanging gifts, festival meals, caroling, and acts of charity symbolizes love, generosity, and hope for the new year. It's observed that decorating Christmas trees, lights, exchanging gifts, Santa Claus festival meals, caroling, church services, and charity work. It is an opportunity to pause and give thanks for the love, hope, and joy found in Jesus, our Savior and friend. As we exchange gifts with loved ones, it is out of remembrance of the gift God gave us in Jesus. The gift that we are loved are never alone and can have hope for the future. It's a popular global festival on December 25th every day. It marks the birth of Jesus Christ, who taught us kindness, love, and peace. During Christmas, we decorate our homes with lights, stars, and Christmas trees. In essence, Christmas is a joyful time of spiritual reflections, cultural celebrations, and spreading kindness rooted in the story of Jesus' birth, but embraced by many for its universal message of love and giving. I once again wishing all you a happy Christmas and a merry happy New Year. Thank you. Okay, Reshma. എന്താണ് സൈലന്റ് ആണല്ലോ? ഇത് പറ്റി? ഇതാണോ സെലിബ്രേഷൻ? ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച സെലിബ്രേഷൻ?
അത് എല്ലാവർക്കും ഓരോരോ വയ്യായികയാണ് മാം. ഇന്നലെ രാവിലെ മുതലൊക്കെ ഇങ്ങനെ തുടങ്ങിയതാണ് പ്ലാനിങ്. പക്ഷെ ആരുമില്ല. കുറെ പേരുടെ കുഞ്ഞുങ്ങളൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഇനി ഞങ്ങൾക്കായാലും എല്ലാവർക്കും പനി ചുമയൊക്കെ ആയിട്ടുണ്ടല്ലോ. ആകെ 16 പേരോ നമ്മളേ ഉള്ളൂ ഇന്ന്. ഒരുപാട് പേര് ഇന്ന് ആബ്സെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ആർക്കും ഒരു ഉഷാറില്ലാത്ത പോലെ. ഓക്കെ, ഞാൻ ക്ലൈമറ്റ് ആണല്ലോ. രേഷ്മി ഇപ്പൊ ഒരു സന്ദേശം പറഞ്ഞു. അതിന്റെ ഒപ്പം ഒരു ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സാന്റാക്ലോസിന്റെ ഡ്രസ്സ് റെഡ് ആൻഡ് വൈറ്റിലാണ് നമ്മൾ കാണുന്നത്. ക്രിസ്മസ് സമയത്തും എങ്ങും റെഡ് ആൻഡ് വൈറ്റ് ആയിരിക്കും. അതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ശരിക്കും പറഞ്ഞാൽ സാന്റാക്ലോസ് എന്ന് പറയുന്നത് സെയിന്റ് നിക്കോളാസ് ആണ്. ബിഷപ്പായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു രീതി കൊണ്ടുവന്നത് പാവങ്ങൾക്ക്. അതൊരു ഒരു കഥയാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ 1930s കൊക്കക്കോളയാണ് സാന്റാക്ലോസിനെ റെഡ് ആൻഡ് വൈറ്റ് ഡ്രസ് ഇട്ടിട്ട് അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ആയിട്ട് അവതരിപ്പിച്ചു. അതിലൂടെ പിന്നീട് അങ്ങോട്ടാണ് അതൊരു എവല്യൂഷൻ ആയിട്ട് മാറി. പിന്നെ സാന്റാക്ലോസ് എന്ന് പറയുന്നത് ഒരു എവല്യൂഷൻ തന്നെയായി. പിന്നീട് അങ്ങോട്ട് ക്രിസ്മസിന് നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് ഡ്രസ്സിലെ സാന്റാക്ലോസിനെ കാണുള്ളൂ. ക്രിസ്മസ് എന്ന് പറയുന്നതും ഒരു റെഡ് ആൻഡ് വൈറ്റിന്റെ കോമ്പിനേഷൻ ആയിട്ട് മാറി. ഇതാണ് അതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്രിസ്മസ് ട്രീ ഒരുക്കും. പക്ഷെ ആർക്കും അറിയില്ല എന്തിനാ നമ്മൾ ഈ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതെന്ന്. അതും ഈ ജർമ്മനിയില് 19th സെഞ്ചുറിയിലും അതിന്റെ പുറകിലും ഒരു ചെറിയൊരു കഥയുണ്ട്. ഒരു രാജകുമാരിയും തമ്മിലുള്ള വിവാഹം കഴിച്ചതിന്റെയൊക്കെ കഥയുണ്ട്. അപ്പോൾ ആ ഒരു എറ്റേണൽ ലൈഫിനെ സിംബോളിസൈസ് ചെയ്തുകൊണ്ടാണ് ഈ ക്രിസ്മസ് ട്രീ ഒരുക്കാനായിട്ട് തുടങ്ങിയത്. ഇനി അവിടെ ജർമ്മനിയിൽ അങ്ങനെ ഒരുക്കി പിന്നീട് അങ്ങോട്ട് നമ്മൾ അത് ഫോളോ ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ക്രിസ്മസ് ട്രീയും നമ്മൾ ഒരുക്കുന്നത്. പിന്നെ ക്രിബിന്റെ കാര്യം നമുക്കറിയാം. പിന്നെ അതുപോലെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ഇൻസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ജീസസ് ക്രൈസ്റ്റിനെ കാണാനായിട്ട് കിഴക്ക് നിന്ന് വന്ന 3 രാജാക്കന്മാര് ഗിഫ്റ്റുമായിട്ട് വന്നത്. അതാണ് വൺ ഓഫ് ദ റീസൺ. പിന്നീട് അത് ബിഷപ്പ് നിക്കോളാസ് പാവങ്ങൾക്ക് ഒരു മനുഷ്യന് ആ മനുഷ്യന്റെ മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനായിട്ട് പണമായിട്ട് ഒരു ക്രിസ്മസ് ഈവന്റിലാണ് പോയി സോക്സിന്റെ ഉള്ളിൽ കുറച്ച് പൈസയൊക്കെ ഇട്ടിട്ട് കൊടുത്തത്. അപ്പൊ അതാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ട് ആ ക്രിസ്മസ് നാളുകളിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രിസ്മസിന് ഗിഫ്റ്റ് കൈമാറാനായിട്ട് തുടങ്ങിയത്. അപ്പൊ ചെറിയൊരു ഇൻഫർമേഷൻ മിക്കവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാനൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. ഓക്കെ സനില, എനിക്ക് ഈ സാന്റാക്ലോസിന്റെ ഇൻഫർമേഷൻ അറിയില്ലായിരുന്നു കേട്ടോ. അത് എനിക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വേറൊരു ക്ലാസ്സിൽ ഐ തിങ്ക് MP16 ആണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് ഒരു സ്റ്റുഡന്റ് ആളെ കുറിച്ച് പറഞ്ഞത്. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എനിക്ക് അറിയാൻ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്താണ് ആ ഒരു അതിന് പുറകിലെ കഥകളും, എന്താണ് എവിടെ നിന്നാണ് സാന്റാക്ലോസ് വന്നേന്നും ഒന്നും അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ അറിഞ്ഞു. ട്രീയുടെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് പറയൂ. നെക്സ്റ്റ് എന്താ? അല്ല, ആർക്കെങ്കിലും വയ്യായി ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, റിസ്ക് എടുക്കണ്ട. എനിക്കറിയാം, കാരണം എല്ലാവർക്കും ഇപ്പോ ക്ലൈമറ്റിന്റെ ആണ് ഭയങ്കര കഫ് ആൻഡ് കോൾഡ്, പിന്നെ ത്രോട്ട് പ്രോബ്ലം എല്ലാം ഉണ്ട്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എല്ലാവരും എഫക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാനല്ല, വേണ്ടെന്ന് വെക്കാം. ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ, അറിയോ? എന്താണ് ഒപ്പീനിയൻ പറയൂ. മിണ്ടതില്ലല്ലോ. ഓക്കെ, എന്നൊരു കാര്യം ചെയ്യും. എന്തായാലും ക്രിസ്മസ് എല്ലാം കഴിഞ്ഞു, എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തു. നിങ്ങളുടെ ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയാം. ഹൗ വാസ് യുവർ ക്രിസ്മസ് സെലിബ്രേഷൻ? പറയൂ. അത് മാത്രമല്ല, കുറച്ച് വെക്കേഷൻ കിട്ടി അല്ലെ? വെക്കേഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്ലാസ് ആണ്. നിങ്ങളുടെ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു? ടെൽ മീ അബൌട്ട് ദാറ്റ്. ഓക്കെ, ഇൻ ഇംഗ്ലീഷ്. Yeah, ready? ഓക്കെ ആണോ? എന്താണ് സൈലന്റ് ആണല്ലോ? മിസ്സേ, എന്റെ വീട് കൂത്തുപറമ്പാണ്, കണ്ണൂരാണ്. നമുക്ക് ഈ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒന്നും അങ്ങനെ ഇല്ല. പിന്നെ കുട്ടികൾ കരോളുമായിട്ട് വരുവാന്നല്ലാതെ, പിന്നെ ഒരു സ്റ്റാർ കെട്ടുന്നല്ലാതെ വേറെ അങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷൻ വർത്തങ്ങളൊന്നും ഇല്ല. പിന്നെ എന്റെ മാമന്റെ വീടുണ്ട് മലയാറ്റൂര്. അവിടെ പോയാലുള്ള ആഘോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതോ 1-2 തവണ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആഘോഷം എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല. എന്തുകൊണ്ടാണ് ആഘോഷിക്കാത്തെ? അതെന്താന്നറിയില്ല, ഇങ്ങോട്ട് കുറച്ച് ആഘോഷങ്ങൾ കുറവാണ് ഈ കണ്ണൂർ ഭാഗത്തൊക്കെ.
പിന്നെ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇവിടെ ഓണം, വിഷു അങ്ങനെയൊക്കെയാണ് സെലിബ്രേഷൻ. പിന്നെ ഇതിന്റെ കുറച്ച് അങ്ങോട്ട് പോയാല് ഈ ഒരു ഏരിയ, കുറെ ഏരിയകള് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലാതെ നമ്മുടെ ഈ ഏരിയയിലൊന്നും അങ്ങനെ സെലിബ്രേഷൻ ഇല്ല. ഓക്കെ സമ്ന. സമ്നയുടെ വീടാണോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീടാണോ കണ്ണൂര്? രണ്ടുപേരുടെയും വീട് കണ്ണൂരാണ്. ഓക്കെ 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 സമ്ന. ദെൻ വേറെ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയൂ എല്ലാവരും. ഇത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഹാങ് ഓവർ ആണോ അല്ലെങ്കിൽ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഹാങ് ഓവർ ആണോ എന്ന് പറയാവോ? മടിയാണ് എന്ന് മടിഞ്ഞോ? ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനൊക്കെ ഒരു മടി ഉണ്ടായിരുന്നോ? സത്യം പറയാം. ഞാൻ ക്രിസ്മസിന് കേറാനുള്ള മടിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇന്ന് എനിക്ക് തോന്നുന്നത് കുറെ ആൾക്കാർക്ക് അസുഖമായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് പൊതുവെ എണ്ണം കുറവാണ്. എണ്ണം കുറവല്ലേ, 18 പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 18ഓ 20ഓ പേര് മാത്രമേ ഇപ്പോ ഇന്ന് ഓൺലൈനിൽ ഉണ്ടായിട്ടുള്ളൂ. എന്തുകൊണ്ടെന്നാന്ന് അറിയില്ല. വയ്യായിക ഉണ്ടാവാം, പിന്നെ ഒരു ചെറിയ മടി ഉണ്ടാവും. പിന്നെ പറയൂ. ക്രിസ്മസിന് ഫുഡ് ഉണ്ടാക്കും. എല്ലാവരും വൈൻ കേക്ക് ചെയ്യും. നമ്മുടെ ആഘോഷം പൊതുവെ ഫുഡിലല്ലേ? ആണോ? ശരിയല്ലേ? നിങ്ങൾ എന്ത് പറയുന്നു? എഗ്രി ചെയ്യുന്നുണ്ട് അല്ലെ? ഫുഡ് വെച്ചാൽ നമുക്ക് ആഘോഷം. അതിന് നമുക്ക് ഫ്രീ ആണെങ്കിലും ഫുൾക്കൂടൊന്നും ഒരിക്കലെങ്കിൽ പോലും ഫുഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആഘോഷമാണ്. സെറ്റാണ്. പിന്നെന്താ? എല്ലാവരും ചുമ്മാ എന്നെ ആഘോഷം കേക്ക് മുറിക്കും. പിന്നെ പിന്നെ ലൈറ്റിന്റെ പ്ലം കേക്ക്, അത് എനിക്ക് നല്ല ഇഷ്ടമാണ്. പ്രമോഷൻ. ഓക്കെ. ദെൻ അർച്ചന ഇത് പറഞ്ഞല്ലോ. പോയോ? എന്ത് പറ്റി? ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടി ഓൺ ചെയ്ത് കുറച്ച് ഞങ്ങളുടെ ചെറിയ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും കുട്ടികൾ ഉണ്ടാക്കിയതാ. നൈസ്. ഇങ്ങനെ കാണുമ്പോഴാണ് ക്രിസ്മസ് ആണെന്ന് നമുക്ക് തോന്നാം. ശരിയല്ലേ? പിന്നെന്താണ്? ക്രിസ്മസ് നിങ്ങൾക്ക് സ്പെഷ്യൽ ആണോ? സ്പെഷ്യൽ എന്തെങ്കിലും ആഘോഷമാണോ ക്രിസ്മസ്? അല്ലെങ്കിൽ ഡിസംബർ സ്പെഷ്യൽ ആണോ? എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയൂ. നിങ്ങളുടെ മെമ്മറീസ് എന്തെങ്കിലും ആണ്? ക്രിസ്മസ് എന്തെങ്കിലും മെമ്മറി എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടാവും. ചില അതിനെ കുറിച്ച് സംസാരിക്കൂ. സംസാരിക്കാൻ രഞ്ജിനിയാണ്. വെക്കേഷനായിട്ട് പാലക്കാട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ എറണാകുളത്താണ് താമസിക്കുന്നത്. അവിടെ നല്ല ക്രിസ്മസ് ആഘോഷമൊക്കെ നല്ലതായിരുന്നു. കരോളൊക്കെ വന്നിരുന്നു. ഇവിടെ പാലക്കാട് അങ്ങനെ ഇല്ല. എന്താ പറയാ, ക്രിസ്മസ് ആണെന്ന് പോലും അറിയുന്നില്ല. നന്നായി ആഘോഷിക്കുന്ന എറണാകുളത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോകുന്നു. നാട് പാലക്കാടാണ്. അപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് വന്നു. രഞ്ജിയുടെ വീടാണോ പാലക്കാട്? രണ്ടുപേരുടെ വീടും പാലക്കാടാണ്. ജോലിയുടെ ഭാഗമായിട്ട് അവിടെ എറണാകുളത്താണ്. അവിടെ കരോളൊക്കെ വന്നിരുന്നു. നല്ല ആഘോഷമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. എല്ലാം കണ്ടിട്ടാ വന്നത്. എറണാകുളത്ത് പിന്നെ ആഘോഷങ്ങളൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെ അതെ. മോന് വന്നതും മോന് സുഖമില്ലാതെയായി. അപ്പൊ അവൻ കിടക്ക. എല്ലാവരും ബുദ്ധിമുട്ടാണ്. അപ്പൊ ആരോഗ്യപരമായിട്ട് എല്ലാവർക്കും ഗ്രൂപ്പിലാണെങ്കിലും എല്ലാ കുട്ടികൾക്കും എല്ലാ ടീച്ചേഴ്സിനും ബുദ്ധിമുട്ടുണ്ട്. അതെ അതെ, എല്ലാവർക്കും തണവ് കുറച്ച് കൂടുതലാണ്. ക്ലൈമറ്റ് ചേഞ്ച് ആയി, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളാണ്. പിന്നെന്താ? ഞങ്ങള് ഡിസംബർ 1 മുതൽ ആഘോഷങ്ങൾ തുടങ്ങിയതാ. അതായത് ഡിസംബർ ആസ് എ ക്രിസ്ത്യൻ എനിക്ക് പള്ളിപ്പോക്ക് കാര്യങ്ങള്, അതുപോലെ തന്നെ വീടിന്റെ ക്ലീനിങ് എല്ലാം തുടങ്ങി. 25ാമത്തെ ദിവസം മാം പറഞ്ഞ പോലെ ഫുഡ് കഴിച്ചതോടുകൂടി അവസാനത്തെ ഉച്ചയിറക്കത്തോടുകൂടി പിന്നെ സ്വന്തം വീട്ടിലേക്ക് വരും. അതോടുകൂടി ക്രിസ്മസിന്റെ ഒരു പര്യവസാനമായി എന്ന് പറയാം.
എന്നാൽ അതിന്റെ ഒരു ഹാങ് ഓവർ അങ്ങനെ നിൽക്കുകയാണ്. ഇനി അത് ന്യൂ ഇയറിനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കായിട്ട്. ഇപ്പൊ ഞങ്ങൾക്ക് പാതിരാ കുർബാനയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ പോകും. പള്ളിയിലൊക്കെ ഒരുപാട് ആഘോഷമാണ്. വീട്ടിലായാലും ഇപ്രാവശ്യത്തെ എന്റെ പ്രത്യേകതയായിട്ട് ഞാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അതായത് ഞങ്ങൾ എല്ലാവരും പുൽക്കൂടടക്കം വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട്, അതായത് ഇങ്ങനെ കാർഡ്ബോർഡ് ഒക്കെ വെച്ചിട്ട്, പിന്നെ ട്രീ ആയാലും അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു. ഒന്നും പുറത്തുനിന്ന് വലിയ കാശ് കൊടുത്തൊന്നും വാങ്ങിയില്ല. സ്റ്റാർ ആയാലും ഞാനൊരു ടീച്ചർ ആയല്ലോ ഇപ്പോ, അപ്പൊ അതിന്റെ പേരിൽ എല്ലാവരും സ്വന്തം കൈ കൊണ്ട് ക്രാഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കി സ്റ്റാർ ഒക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പൊ കുട്ടികളെ അതേപോലെ ചെയ്യിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ മോളും അതേപോലെ തന്നെ അതിന്റെ കൂടെ കൂടി അങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. പിന്നെ 1-ാം തീയതി മുതൽ ആഘോഷങ്ങളുടെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഒരു പ്ലാനിങ് അനുസരിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിന്റെ പേരിൽ എനിക്ക് തലേ ദിവസം ഒരുപാട് റഷ് ആവേണ്ടി വന്നില്ല. അപ്പൊ അതിന്റെ പള്ളിയിൽ പോക്കും എല്ലാം കൂടി ആയപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു ഈ വർഷത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത്. പിന്നെ ഫുഡാണെന്നും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മെയിൻ കാരണം. അതിനും ഉണ്ട് കേട്ടോ ഒരു ബാക്ക്ഗ്രൗണ്ട്. തുർക്കിയില് ഈ ആഘോഷങ്ങൾക്ക് പറയുന്നത് അവരുടെ മെയിൻ കാര്യം ആഘോഷങ്ങളിൽ ഫുഡായിരിക്കും. അത് ഈ KFC-യും പിന്നെ അവരുടെ ഒരു യാമെന്നോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട്. അതില്ലാതെ അവർക്ക്, അതെനിക്ക് തോന്നുന്നു ഈ പോർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നുണ്ടോ, പിഗ് അതാണ് തോന്നുന്നു. അവർക്ക് അതില്ലാണ്ട് ആഘോഷം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടാണ് എന്ന് തോന്നുന്നു നമ്മളും കേരളത്തില് ഫുഡ് ഇല്ലാത്ത ഒരു എന്താ പറയാ ഒരു സെലിബ്രേഷൻ ഇല്ല. ക്രിസ്മസ് എന്ന് പറയുന്നത് സെലിബ്രേഷൻ ആണ്. ഇപ്പൊ എന്റെ ഫാദർ ഒരു സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നേ. അപ്പൊ അപ്പച്ചന്റെ തലേ ദിവസം ലീവ് കിട്ടിയത്, ക്രിസ്മസിന്റെ അന്ന് ലീവ് കിട്ടിയില്ല. അപ്പൊ അപ്പച്ചനോട് ചോദിച്ചപ്പോ അപ്പച്ചൻ പറയാണ്, നാളെ ഫുഡ് അടി മാത്രല്ലേ ഉള്ളൂ, ഞാൻ എന്തിനാ ലീവ് എടുക്കണേ എന്ന് ചോദിച്ചത്. അപ്പൊ തലേ ദിവസമല്ലേ നമുക്ക് കൂടുതൽ വർക്കുള്ളത് എന്നൊക്കെ. അപ്പൊ അങ്ങനെയാണ് ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങള്, ഓരോരുത്തർക്ക് ഓരോ വ്യൂ പോയിന്റ് ആണ്. അപ്പൊ അങ്ങനെ എന്റെ ഈ വർഷത്തെ ക്രിസ്മസ് ഈ പറഞ്ഞ പോലെ നല്ല രീതിക്ക് പോയി എന്നാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോ ടീച്ചർ ആയതിന്റെ ഒപ്പം തന്നെയുള്ള ഒരു വലിയൊരു സന്തോഷം കൂടിയാണ് ഈ വർഷം. ടീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അങ്ങോട്ട് ആയിട്ടില്ലെങ്കിൽ കൂടിയും ഭയങ്കര എന്താ പറയുക, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ആ ഒരു രീതിയിൽ എന്റെ കാര്യങ്ങളൊക്കെ നല്ല പ്ലാൻ ചെയ്ത് പോയി. അപ്പൊ അതുകൊണ്ട് അടിപൊളിയായിരുന്നു ഈ വർഷം. ഇനിയിപ്പോ അടുത്ത വർഷത്തേക്കായിട്ട് കാത്തിരിക്കാൻ. ഇനിയിപ്പോ 31st ഉണ്ട് ഒരു കുർബാനയൊക്കെ ഉണ്ടാവും പള്ളിയില്. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് എന്താ പറയാ അടുത്തൊരു വർഷത്തേക്കുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ്. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ ടീച്ചർ ആയിട്ടില്ലെങ്കിലും ടീച്ചർ ആയെന്നൊരു തോന്നലുണ്ട് എല്ലാവർക്കും, ശരിയല്ലേ? ഉള്ളിൽ എന്തോ നമ്മൾ ടീച്ചർ ആണ് എന്നൊരു തോന്നലാണ്. ഓക്കെ, നല്ലതാണ്, മുന്നോട്ട് പോവാ. ഒരു ദിവസം ആ ഒരു വിളി കേൾക്കുമല്ലോ, ടീച്ചറേ എന്നൊരു വിളി, ടീച്ചർ അല്ലെങ്കിൽ മിസ് ചെയ്യുന്നൊരു വിളി കേൾക്കും. ആ ഒരു മൊമെന്റ് നമ്മൾ ഒരിക്കലും മറക്കില്ല കേട്ടോ. വല്ലാത്തൊരു മൊമെന്റ് ആണത്. അപ്പോ തങ്ങളുടെ ക്രിസ്മസ് കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു അല്ലെ? ഇന്നത്തെക്കാളും ഒരു സ്പെഷ്യൽ ആയിരുന്നു. ഓക്കെ, പിന്നെന്താണ് കേൾക്കട്ടെ അടുത്ത വിശേഷങ്ങൾ. പിന്നെ ഫുഡ് എനിക്ക് തോന്നുന്നു അധികം നാളൊന്നും ആയിട്ടില്ല എന്നാണ് ഫുഡിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ. ഫുഡ് ഒരുപാട് മെനു വന്നു, ഒരുപാട് റെസിപ്പീസ് വന്നു. ഓരോ ആഘോഷങ്ങൾക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയതൊക്കെ കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. പണ്ടൊന്നും അങ്ങനെയായിരുന്നില്ലല്ലോ അല്ലെ? ഫുഡിൽ ആരും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല, ഫുഡിന് വേണ്ടി അവർ ചെലവാക്കുന്നില്ലായിരുന്നു. എന്തെങ്കിലും ചെറിയൊരു കേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കനോ എന്തെങ്കിലും ഒരു ഐറ്റം വെച്ചിട്ട് അവർ അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ എന്ന് പറയുമ്പോൾ വലിയൊരു മെനു തന്നെ ഉണ്ടാവും, ലിസ്റ്റ് ആയിരിക്കും. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഹാബിറ്റ്സ് മാറിയതിന്റെയാണ്. ഒരുപാട് മാറ്റങ്ങൾ പൊതുവെ വന്നിട്ടുണ്ട്, അതിന്റെയും കൂടിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർക്ക് ഇപ്പോ സ്ഥലങ്ങളുടെ അപ്പച്ചന്മാരിൽ ഫുഡ് അടിയല്ലേ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അന്നൊന്നും അങ്ങനെയല്ല. പക്ഷെ ഇന്ന് നമുക്ക് നമ്മൾ എന്തൊക്കെ ഇപ്പോ ക്രിസ്മസിന് പുൽക്കൂടോ ട്രീയോ ഒന്നും ഒരുക്കിയില്ലെങ്കിൽ പോലും ഫുഡ് ഉണ്ടെങ്കിൽ ഒരു ആഘോഷമാണ്. അങ്ങനെയാണ് ഇപ്പോ. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. എല്ലാവരും കൂടെ അല്ലെ, എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ട്രീ ആണെങ്കിലും പുൽക്കൂടാണെങ്കിലും എല്ലാവരും ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ ഒരുമിച്ചാണ്. അതിൽ ഫുഡ് ആയിരുന്നില്ല. ഒരു കേക്കും വൈൻ ഉണ്ടെങ്കിൽ ഒക്കെ ക്രിസ്മസ് കഴിഞ്ഞു. ചിക്കനോ എന്തെങ്കിലും ഒരു നോൺ വെജ് അയച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ തിരിച്ചാ ഫുഡാണ്. എല്ലാവരും ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുന്നു, അത് ഒരുമിച്ച് കഴിക്കുന്നു. ആ ഒരു ഇതിലാണ് ഇപ്പൊ. മാം ഗ്ലാഡിസ് ആണേ. മാം എനിക്ക് പറയാനുള്ളതേ, ഞങ്ങള് കാത്തലിക്സ് ആണേ. എന്റെ വീട്ടില് ഞങ്ങൾ കാത്തലിക്സ് ആണ്. എന്നെ കെട്ടിച്ചേക്കുന്നത് യാക്കോബായ സഭയിലേക്കാ. അപ്പം
ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ഇടയിൽ ഈ പുൽക്കൂട് ഉണ്ടാക്കല് കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. അവർക്ക് ഈ രൂപങ്ങൾ വെച്ചിട്ടുള്ള പരിപാടികളൊന്നുമില്ല അവർക്ക്. അപ്പം എന്റെ വീട്ടില് ഞങ്ങൾ കുഞ്ഞിലേ മുതൽ എനിക്ക് തോന്നുന്നു അപ്പന്റെ അപ്പൻ അവർ ആ ഒരു കാലഘട്ടം മുതല് എല്ലാവരും കൂടെ ഒരുമിച്ച് വീട്ടിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് ചിലപ്പോൾ കസിൻസ് എല്ലാവരും വരും, എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഒരു 18-ാം തീയതി ഒക്കെ ആവുമ്പോ തന്നെ എല്ലാവരും കൂടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി തന്നെ സ്റ്റാർ ഒക്കെ ഉണ്ടാക്കി നല്ല രസമായിരുന്നു. വൈനൊക്കെ ഞങ്ങൾ തന്നെ വീട്ടിൽ കെട്ടും. അതുപോലെ തന്നെ ഇത് കേക്ക്, ഏറ്റവും നല്ല കേക്ക് ആയിരിക്കും വാങ്ങിക്കുന്നത്, പ്ലം കേക്ക്, നല്ല റിച്ച് ആയിട്ടുള്ള പ്ലം കേക്ക്. അതൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്ത് നല്ല രസമായിരുന്നു. അവിടെ ആയിരുന്നപ്പോ കേട്ടോ എന്റെ വീട്ടില്. ഇപ്പം ഇവിടെ വന്നപ്പോ ഇപ്പൊ ഒരു 10-11 വർഷമായിട്ട് ഞാനാണ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് പുൽക്കൂട് കെട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയണം പുൽക്കൂട് കെട്ടണോ, ഇവിടെ ശരിക്കും പുൽക്കൂട് കെട്ടണോ. ഞാൻ വന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത്. സ്റ്റാർ ഇട്ട് തുടങ്ങിയതൊക്കെ ഞാന് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ലായിരുന്നു. എന്ത് പറയുമ്പോഴും എപ്പോഴും പറയുന്ന കാര്യം, ഓ നീ വലിയ കത്തോലിക്കത്തിയല്ലേ, നിങ്ങൾക്ക് അവിടെ ഭയങ്കര ഗംഭീര പരിപാടികളൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ അവരത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു 4-5 വർഷമായിട്ട് പള്ളിയില് കരോളിന്റെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും കാലം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ കാത്തലിക് ചർച്ച് ഉണ്ട്. അവിടത്തെ കാര്യങ്ങൾ ഇങ്ങനെ കോപ്പി ചെയ്ത് വരുവാന്ന് എനിക്ക് തോന്നണം. അപ്പൊ മോനിങ്ങനെ 3 വയസ്സായപ്പോ മുതൽ പറയണതാ എനിക്കിങ്ങനെ സാന്താക്ലോസ് മത്സരത്തിൽ പങ്കെടുക്കണം. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു കുറച്ചും കൂടി വലുതാവട്ടെ മോനെ, എന്നിട്ട് നമുക്ക് ചെയ്യാം. ഇതെന്താണെന്ന് ഒന്നാമത്തെ കാര്യം ഐഡിയ ഇല്ല അദ്ദേഹത്തിന്. അപ്പം ഇത്തവണ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ തന്നെ ഇരുന്ന് മറ്റേ ബാഗും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി ഞാൻ തന്നെ തുന്നി, എന്റെ കൈ കൊണ്ട് ഞാൻ തുന്നി. ബാഗ്, ലഗേജ്, ഗിഫ്റ്റുകളെല്ലാം ഞാൻ പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി. ഉടുപ്പൊക്കെ റെഡിയാക്കി വെച്ചു. മാസ്ക് ഒക്കെ വാങ്ങി, തൊപ്പിയൊക്കെ സെറ്റാക്കി. കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നൊക്കെ പരിഹരിച്ചു വെച്ചു. ആള് കോമ്പറ്റീഷന് പങ്കെടുത്ത ആൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഭയങ്കര സന്തോഷവും ആഘോഷമായിരുന്നു വീട്ടില്. ഇതുപോലൊരു സംഭവം ആദ്യമായിട്ടാണ് ഇവിടെ ഈ വീട്ടില് കേട്ടോ, ഹസ്ബൻഡിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. എല്ലാവരും അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ഇന്നത്തെ ക്ലാസ്സിൽ കയറാനിരുന്നതല്ല കേട്ടോ മാം. ഞാൻ ഇപ്പൊ തന്നെ ലെഫ്റ്റ് ആകും. വേറൊന്നുമല്ല, എനിക്ക് കേട്ടറ്റിന്റെ എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പം അതിന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ഞാൻ പോകും. അപ്പൊ ഹസ്ബൻഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ജോയിൻ ചെയ്തേ ഉള്ളൂ. ചെറിയ ആളെ ജസ്റ്റ് അംഗനവാടിയിൽ കൊണ്ടാക്കിയിട്ട് വന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ആഘോഷം നടന്നത്. എല്ലാവർക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു അല്ലെ? ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഇതൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾ ഒരുപാട് മാറും. ഓക്കെ, അപ്പോ പിന്നെന്താ പറയാ, എനിക്ക് അപ്പോ ഗ്ലാഡിസ് പറഞ്ഞ പോലെ പുൽക്കൂടാണെങ്കിലും ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ. മീൻസ് ഞാൻ എന്റെ വീട്ടില് കല്യാണത്തിന് മുന്നാണെങ്കിലും എന്റെ വീട്ടില് ഞാനുള്ളപ്പോ എല്ലാം ചെയ്യുമായിരുന്നു. കാരണം എനിക്കിതെല്ലാം ഇഷ്ടമാണ്. എന്ത് ആഘോഷം വന്നാലും എനിക്കത് ആഘോഷിക്കണം. അത് ഭയങ്കര, അല്ലെങ്കിൽ ആഘോഷിക്കാൻ ഭയങ്കര വിഷമമാണ്. എനിക്കത് അറിയില്ല എന്താണെന്ന്. അതുകൊണ്ട് എന്റെ കൂടെ അച്ഛനുണ്ടാവും എപ്പോഴും. അച്ഛനാണ് എല്ലാം സപ്പോർട്ട് ചെയ്ത് എല്ലാവരും എനിക്ക് വേണ്ടി ചെയ്തു തരും. അതുപോലെ കല്യാണം കഴിഞ്ഞ് പോയപ്പോഴും ഞാൻ ചെന്നൈപ്പിനെയാണ്, അവിടെ ആണെങ്കിലും എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ പോലും ഞാൻ വന്നേപ്പിനെയാണ് ഉണ്ടായത്. അതിപ്പോ കണ്ടിന്യൂ ചെയ്യുന്നു. അത് നമ്മുടെ മൈൻഡ് എങ്ങനെയാണല്ലോ, അതായിരിക്കാം. എല്ലാവർക്കും അങ്ങനെ ആഘോഷിക്കണം എന്നോ താല്പര്യം ഉണ്ടാവില്ല. ഇപ്പൊ എന്റെ ബ്രദറിനാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല എന്ത് കാര്യവും. അപ്പൊ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യും. രസമാണ് എനിക്ക് അതെല്ലാം ചെയ്ത് ഇങ്ങനെ കാണുമ്പോ ഇത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇപ്പൊ ക്രിസ്മസ് വന്നു, എന്തുവാണെങ്കിലും, ഓണാണെങ്കിലും വിഷു ആണെങ്കിലും എല്ലാം ഞാൻ ആഘോഷിക്കും കേട്ടോ. അങ്ങനെയൊന്നുമില്ല. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പുൽക്കൂടും ട്രീയൊക്കെ ഞാൻ ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. പിന്നെ ഇനി എന്താ നെക്സ്റ്റ്? ഫുഡിന്റെ കാര്യം പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ഫുഡ് തന്നെയാണ് മുഖ്യം എന്നാണ് തോന്നുന്നത് എല്ലായിടത്തും. ഇപ്പൊ നമ്മളിവിടെ തന്നെയല്ല, പുറത്തായാലും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യണത് ഫുഡിന്റെ കാര്യത്തിൽ തന്നെയാണ്. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് പുറത്തായോണ്ട് ഞങ്ങൾ വീട്ടിലൊരു പ്ലം കേക്ക് അങ്ങനെ വാങ്ങിച്ച് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് ഫുഡിന്റെ മെനു വിട്ടപ്പോ ഞാൻ നോക്കിയപ്പോ ഒരു 10-20 ഐറ്റംസിന്റെ മെനു, നസ്രാണി സദ്യ എന്ന് പറഞ്ഞിട്ട്.
അപ്പൊ ഞാൻ പറയും ഇവിടെ നമ്മളെ നാട്ടിൽ പോലും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യില്ല. അവരാ ആ കമ്പനിന്ന് ഫുഡ് കൊടുക്കും അവർക്ക്. അന്ന് ഫുഡ് കൊടുക്കുമ്പോ ഒരു മിനൂരി നസ്രാണി സദ്യ എന്ന് എഴുതിയിട്ട് ഈ പോർക്കിന്റെ അതിൽ എല്ലാ സംഭവങ്ങളും 20 ഐറ്റംസ് വെച്ചിട്ട്. അപ്പൊ ഞങ്ങൾ ഇതിലും വേദം അവിടെ പുറത്ത് നമ്മളിവിടെ കുറച്ചാകെ ഫുഡ് എല്ലായിടത്തും. അപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്ക് തോന്നുന്നു ഫുഡ് തന്നെയാണ് മുഖ്യം തോന്നുന്നു. എല്ലാ സെലിബ്രേഷൻ ആയാലും, ഓണായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും എല്ലാത്തിനും ഫുഡ് തന്നെയാണ് കൊണ്ട് മുഖ്യം. അതിന് പുറകില് എനിക്ക് തോന്നുന്നു ബിസിനസ് ആണ് കൂടുതലും. അങ്ങനെയും ഉണ്ട് കേട്ടോ. ബിസിനസ് അത് വേറെ വഴിക്ക് പോകുന്നുണ്ട്. പുറത്ത് പിന്നെ പറയേ വേണ്ടല്ലോ. നാട്ടിലാണെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്യും. പക്ഷെ പുറത്താകുമ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ വേറെ വഴികളൊന്നും അവർ തന്നെ കുക്ക് ചെയ്യില്ല. സോ അതൊരു ബിസിനസ് മൈൻഡ് ആണ്. മലയാളീസ് ആയിരിക്കും കൂടുതലും ഇങ്ങനത്തെ മെനൂസ് ഉണ്ടാക്കാൻ മലയാളീസ് ആയിരിക്കാം. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? പുറത്ത് പോയി കഴിഞ്ഞാൽ കൂടുതൽ ബിസിനസ് ഉള്ളത് മലയാളീസിനാണ്. മാം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പുറത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എല്ലാവരും ഒന്നും ഫുഡ് ഓർഡർ കൊടുത്ത് അങ്ങനെ ചെയ്യുന്നില്ല മാം. ഇപ്പം ഹസ്ബൻഡിന്റെ ചേട്ടനും ഫാമിലിയും പോയിട്ടുണ്ട്. ഇപ്പം ക്രിസ്മസിനാണെങ്കിലും ഓണത്തിനാണെന്നുണ്ടെങ്കിലും ഓരോ വീട്ടുകാരില്ലേ, മലയാളി ഫാമിലീസ് ഓരോരുത്തരും ഓരോന്ന് ഏറ്റെടുക്കുകയാണ്. ഇപ്പം ഒരാള് ചിക്കൻ കറി ആണെന്നുണ്ടെങ്കിൽ അടുത്ത ആള് ബീഫ് ഫ്രൈ, അങ്ങനെ ഓരോന്നായിട്ട് ഓരോരുത്തർ ഏറ്റെടുത്തിട്ട് അവര് എല്ലാം ഇത് ചെയ്യുവാണ്. ഇപ്പൊ ഓണത്തിനാണെന്നുണ്ടെങ്കിലും എല്ലാ കറികളും സാധനങ്ങളും എല്ലാം ഓരോരുത്തര് തന്നെ റെഡിയാക്കി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഒരിടത്ത് ഒരുമിച്ച് കൂടുന്നു. ഒരു ഹോൾ അവർ അതിന് വേണ്ടി ചിലപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ബാക്കിയെല്ലാം ഒരു വീടുകളിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് അത് ശരിക്കും പറഞ്ഞ ഒരു എൻജോയ്മെന്റ് ആണ്. അതുപോലെ തന്നെ കേക്ക് മിക്സിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് അവർക്ക് അവിടെ. എല്ലാരും കൂടെ കൂടിയിട്ടാണ് പ്ലം കേക്കിന് വേണ്ട ഇതെല്ലാം കൂടെ സോക്ക് ചെയ്ത് വെക്കുന്നതൊക്കെ. അതൊക്കെ നല്ല രസമാണ്. അവരിങ്ങനെ വിളിച്ചിട്ട് പറയുമ്പോ നമുക്ക് സത്യം പറഞ്ഞാൽ വായിൽ വെള്ളം വരും. ഞാൻ ഇവിടെ മിഡിൽ ഈസ്റ്റിൽ ഇപ്പൊ വന്നിട്ട് 1 year ആയിട്ടുള്ളേ. അപ്പൊ ഞാൻ എന്നല്ല ക്രിസ്മസിന്റെ തലേദിവസം പോർക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോ നാട്ടിലൊക്കെ കടയിലില്ലേ നല്ല തിരക്കുണ്ടാവില്ലേ, അതേപോലെ നമ്മൾ തിക്കി തിരക്കി പോയിട്ട് വേണം പോർക്ക് വാങ്ങിക്കാൻ. അതേപോലെ തിരക്കായിരുന്നു. ഞാൻ ഇത്ര വർഷം ആദ്യമായിട്ടാണ്. ഇതിനു മുന്നേ തായ്ലാൻഡിലായിരുന്നു. അവിടെ പിന്നെ പോർക്ക് ഇല്ലാണ്ട് ഒരു ഫുഡും ഇല്ല. ഇവിടെ പക്ഷെ അങ്ങനെ പോർക്ക് എന്താണ് ലീഗൽ അങ്ങനെ എന്തോ ഉണ്ടല്ലോ ഇവിടെ മിഡിൽ ഈസ്റ്റില്. അപ്പൊ എല്ലാ കടയിലും കിട്ടണില്ലേ, എന്തോ 1-2 കടകളിൽ അങ്ങനെയൊക്കെ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇവിടെ പോർക്ക്. ഇതിപ്പോ ക്രിസ്മസിനെ കുറിച്ച് തന്നെയല്ലേ നമ്മൾ പറയുന്നത് അല്ലെ? ഫുഡിലേക്ക് കഴിയുമ്പോ അതാണ് പറയുന്നത്. ഫുഡാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അപ്പൊ മനസ്സിലായല്ലോ. പിന്നെന്താ ഇനി പറയൂ, അടുത്തുള്ള വിശേഷങ്ങളൊക്കെ പറയൂ. കുറച്ച് പേര് പാട്ട് പാടുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം. വിസ്മയ പാടൂ. വെറുതല്ല വിസ്മയ കുറെ നേരം ആലോചിച്ചിരിക്കുന്നു. എന്തോ ഉണ്ടല്ലോ. ക്യാമറ ഓൺ ചെയ്ത് വെയിറ്റ് ചെയ്യാം. വിസ്മയ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇല്ല, എനിക്ക് ശബ്ദമൊന്നുമില്ല മാം. മാക്സിമം ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് പാട്ട് പാടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും എങ്ങനെയാണ് പറയില്ല, സൗണ്ട് മോശമാണെന്നൊക്കെ പറയെങ്കിലും നന്നായിട്ട് പാടും. ഇപ്പൊ കേൾക്കാം, നമുക്ക് പാടിക്കോളൂ. ഓക്കെ. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. മിഴിനേരമെന്തിനാ തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി. പുലരി തൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി അവളെ പനിനീർമലരാക്കി. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ. മുടിയിഴ കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരേ. അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ. നിനവുകളെഴുതിയതാരേ. അവളെ തരളിതയാക്കി.
ഉറക്കിയതാരേ വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി മിഴിനേരമെന്തിനോ തേങ്ങി നിലാവിൽ വിരഹമെന്നാലും വയങ്ങി. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ഓക്കെ, സൗണ്ട് പോയതാന്ന് മനസ്സിലാവേ ഇല്ല കേട്ടോ. നന്നായിരുന്നു, നല്ല പാട്ടായിരുന്നു. പറഞ്ഞില്ല, അവരൊക്കെ ചുമ്മാ പറയണ. ഓക്കെ, രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഇപ്പൊ ഈ ഒരു മാസം തന്നെ എനിക്ക് 2 പ്രാവശ്യമായി കോൾഡും ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട്. പനി മാത്രമില്ല, ബാക്കി എല്ലാരും ഉണ്ട്. ഇത് പറയുന്നത് ശരിക്കും ഇത് അസുഖമല്ല കേട്ടോ. വരുന്നത് പനിയാണെങ്കിലും ലക്ഷണം എന്നാ പറയാ. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യേണ്ട കറക്റ്റ് ആയിട്ട് അല്ലെ, ആന്റിബോഡീസ് വർക്ക് ചെയ്യണം. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഇരിക്കൂ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഹെൽത്തി ആയിട്ട് ഇരിക്കൂ. അസുഖങ്ങൾ വരുമ്പോ വലിയ കാര്യമായിട്ടൊന്നും ഏൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ആയിരിക്കണം, പ്രതിരോധ ശേഷി കൂടുതൽ വേണം. ഓക്കെ, കുട്ടികൾക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. ഓക്കെ, ഫുഡിലേക്ക് അധികം ശ്രദ്ധിക്കാതെ ഹെൽത്തി ഫുഡ്സും കൂടെ നമ്മൾ ബാലൻസ് ചെയ്ത് പോകാൻ നോക്കാം. ഓക്കെ, എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് അസുഖമാണ്, കുട്ടികൾക്ക് അസുഖമാണ്. അതിന് പുറകിലെന്ന് പറയാനായിട്ട് അവർക്ക് പ്രതിരോധം കുറവാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങള്? നമ്മള് വേഗം ഓടും, മരുന്ന് വാങ്ങാൻ പോകുന്നു, മരുന്ന് വാങ്ങുന്നു, കൊടുക്കുന്നു, കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് അവർക്ക് അസുഖങ്ങൾ വരാറുണ്ട്. ശരിയല്ലേ? ആലോചിച്ചോക്കെ, കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത്. അത് എനിക്ക് തോന്നുന്നു എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്ടാ, പ്രതിരോധ ശേഷി കുറവായതുകൊണ്ടായിരിക്കാം മേ ബി. സോ അവർക്ക് ഓക്കെ, അവരുടെ ഹെൽത്ത് ഓക്കെ ആണ്, അവർക്ക് വരുന്ന അസുഖങ്ങൾ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു അസുഖങ്ങൾ അവരെ എഫക്ട് ചെയ്യില്ല. വന്നാൽ തന്നെ അത് പെട്ടെന്ന് അങ്ങനെ പോവുകയുള്ളൂ. കാരണം അവർക്ക് ഇമ്മ്യൂൺ സിസ്റ്റം അവരുടെ ഓക്കെ ആയിരിക്കും, ആന്റിബോഡീസ് വർക്ക് ചെയ്ത് അത് പ്രതിരോധിച്ച് മാറ്റും. കൂടുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കാം. സോ അതിന് വേണ്ട ഫുഡ്സും കാര്യങ്ങളും നന്നായിട്ട് നല്ലൊരു ബാലൻസ് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യാൻ നോക്കാം. കുട്ടികൾക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കാം. ഓക്കെ, എന്തും സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉണ്ടാവണം, നമ്മൾ ഓക്കെ ആയിരിക്കണം. ഹെൽത്ത് വൈസ് ആണെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കണം. കുറച്ചൊരു ഹെൽത്ത് കോൺഷ്യസ് ആവാം, പക്ഷെ ഒന്നും അമിതമാകരുത് കേട്ടോ. എന്തും അമിതമായാലും വിഷം തന്നെയാണ്, ചുമ്മാ പറയുന്നില്ല. എന്തും അങ്ങനെയാണ്, ഒരുപാട് നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷെ എന്നാൽ നമുക്ക് ആവശ്യത്തിനെല്ലാം വേണമെന്നാണ്. ഓക്കെ, എന്റെ അറിവില് എന്റെ ഒരു പരിചയത്തിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആള് അത്യാവശ്യം നന്നായിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പുറത്തുനിന്ന് ഐ തിങ്ക് പുറത്തുനിന്ന് പച്ചക്കറീസ് വെജീസ് ഒന്നും അങ്ങനെ വാങ്ങാതെ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് കഴിക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. പക്ഷെ ആൾക്ക് ഇതുപോലെ ക്യാൻസർ വന്നു. ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു അത്. കാരണം പുള്ളി അത്രയും ശ്രദ്ധിക്കുന്നുണ്ട്, ആരോഗ്യം കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നുണ്ട്. പുറത്തുനിന്ന് അതേ ഫുഡ് കഴിക്കാതെ, മീൻസ് പച്ചക്കറിയിലാണ് കൂടുതൽ വിഷം എന്നാണ് പൊതുവെ പറയുന്നത്. ശരിയാണ്, ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. സോ നമ്മൾ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് നമ്മൾ പുള്ളി കഴിച്ചതാണ് അങ്ങനെ. പക്ഷെ ആൾക്ക് ക്യാൻസർ ആയിരുന്നു. അത് നമ്മുടെ ആമാശയത്തിലായിരുന്നു ക്യാൻസർ വന്നത്. സോ കുറച്ചുനാൾ സർവൈവ് ചെയ്തു. പക്ഷെ ഒരു ദിവസം ആള് പോയി. അപ്പോ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാല് എല്ലാം വേണം. ഓക്കെ, എല്ലാരും ഹെൽത്തി ആകാൻ പാടില്ല. മീൻസ് ബാലൻസ്ഡ് ആയിട്ടായിരിക്കണം. രണ്ടും കൂടെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാം. ഹെൽത്തി ആണെങ്കിലും ജങ്ക് ഫുഡ്സ് ആണെങ്കിലും രണ്ടും വേണം. കെമിക്കൽസും വേണമെന്ന് ഞാൻ പറയും. നമ്മുടെ ബോഡിയിൽ കെമിക്കൽസും വേണം, മീൻസ് നല്ല കാര്യങ്ങളും വേണം. ഹെൽത്തി വൈസും കുറച്ച് കാര്യങ്ങളും വേണം. അല്ലാതെ ഒന്ന് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അത് എന്താണെങ്കിൽ ഇപ്പൊ ഹെൽത്തി ഫുഡ്സ് നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് മാത്രം നമ്മൾ കഴിക്കുകയാണെങ്കിലും അതിൽ നിന്ന് സൈഡ് എഫക്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ വേറെ സൈഡ് നോക്കുകയാണെങ്കിൽ ജങ്ക് ഫുഡ്സും പുറത്തെ ഫുഡ്സും ഒക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്തും ബാലൻസ് ചെയ്യാം. നമുക്കറിയാലോ എന്ത് മോശമാണ്, എന്ത് നല്ലതാണ്, അപ്പൊ എങ്ങനെ കൊണ്ടുപോകണം, എന്ത് കഴിക്കണം, അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്യും കേട്ടോ. പഠിക്കുന്ന കാര്യങ്ങൾ ഓക്കെ, അതൊരു വഴിക്ക് നടക്കട്ടെ. നമ്മുടെ കരിയർ ഒരു വഴിക്ക് നടക്കട്ടെ. അതുപോലെ തന്നെയാണ് ഫാമിലിയിൽ നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന നമ്മളല്ലേ, കുക്ക് ചെയ്യുന്ന ആള് വീട്ടമ്മയാണ്, ഹൗസ് വൈഫ് ആണ്, കിച്ചൺ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. സോ അവിടെ നിന്നാണ് കറക്റ്റ്ലി നല്ലൊരു ഫുഡ് പോകുകയാണെങ്കിൽ ഫാമിലി മൊത്തം ഹെൽത്തി ആയിരിക്കും. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ, മൊത്തത്തിലൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതൊന്നും അറിയില്ല. ഞാൻ ഫുഡ് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി നോക്കുന്ന ഒരാളാണ്.
പക്ഷെ അത്രയും ഇല്ല, ഒരുപാടൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ചായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ കിച്ചണിലാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നോട്ട് ചെയ്ത് വരാം. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വരാം. പിന്നെ നമ്മൾ ഒരു ദിവസം ഫുള്ള് അല്ലെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് നല്ല നല്ല ഫുഡ്സ് കഴിക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ കഴിക്കാൻ പാടില്ലെന്നേ പറയുള്ളൂ. എല്ലാം വേണം. ഓക്കെ, ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാ, ഈക്വൽ ചെയ്ത് കൊണ്ടുപോവാ. ഓക്കെ, അപ്പൊ ആരോഗ്യം ഏകദേശം ഓക്കെ ആയിരിക്കും. ഒരു 30+ ആയിക്കഴിഞ്ഞാല് നന്നായിട്ട് ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ അമ്മമാരെ നമ്മൾ ഓർക്കുന്നുണ്ടോ? അവർക്കില്ലാത്ത അസുഖങ്ങൾ ഉണ്ടാവില്ല ചിലവർക്ക്, എല്ലാവരെയും ഞാൻ പറയുന്നത് ചിലപ്പോൾ. അതിന് മെയിൻ പ്രോബ്ലം എന്ന് തോന്നുന്നു എനിക്ക് കാലുവേദന, കൈവേദന എന്ന് പറയാത്ത അമ്മമാരുണ്ടോ? ബോഡി പെയിൻ ആണ്, കാലുവേദനയാണ്, മുട്ടുവേദനയാണ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ? എനിക്ക് അവര് കൂടുതലും ആ ടൈമില് നമ്മുടെ 30കളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം 30 വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓരോരോ കാര്യങ്ങളാണ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയുള്ളൂ. ഒന്നും പ്രൊഡക്റ്റ് ചെയ്യുന്നില്ല. മനസ്സിലായോ? ബാക്കിയെല്ലാം നമ്മളത് ഇൻടേക്ക് ചെയ്യുക, സപ്ലിമെന്റ്സ് ആയിട്ട് നമ്മൾ ഇൻടേക്ക് ചെയ്യാൻ നോക്കാം. എന്നാൽ മാത്രമേ നമ്മളത് ബോഡിയിൽ ഉണ്ടാകൂ. അല്ലാതെ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അത് ഓൾറെഡി എന്താണ് പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. എന്ത് വൈറ്റമിൻസ് ആണെങ്കിലും പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു 30 വയസ്സിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വീക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പ്രത്യേകിച്ച് ഡെലിവറി കഴിഞ്ഞാൽ ഒരു വിധം നമ്മുടെ ആരോഗ്യം പോയിട്ടുണ്ടാകാം. ശ്രദ്ധിക്കാത്തവരുടെ കാര്യമാണ് കേട്ടോ. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ചിറങ്ങിയാൽ ഓക്കെയാണ്, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. പക്ഷെ 30 വയസ്സൊക്കെ ആയാലും 30 കഴിഞ്ഞാൽ നമ്മൾ സപ്ലിമെന്റ്സ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ പോലും നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ഫുഡ്സ് നമ്മൾ കഴിക്കാൻ നോക്കുക. കാൽഷ്യം ആലോചിച്ച് നോക്കുക. കാൽഷ്യം പറയുമ്പോഴാണ് നമുക്ക് ബോണില് വിഷയങ്ങൾ വരാം, ബോൺ പെയിൻ അല്ലെങ്കിൽ നമുക്ക് കാലുവേദന. അതേപോലെ ഒമേഗ 3 ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒമേഗ 3, വൈറ്റമിൻ ഡി എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് ഇതൊക്കെ ഒന്ന് ആലോചിച്ച് എന്റേതായ രീതിയിൽ ഫോളോ ചെയ്യുക, അതൊക്കെ കൺസ്യൂം ചെയ്യാറുള്ളത്. ഓക്കെ, പറയണം തോന്നി. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് എപ്പോഴും ഞാനത് പറയാറുണ്ട്. കാരണം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചിലപ്പോൾ ആ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ അത് ആലോചിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. എനിക്ക് നിങ്ങളോടെല്ലാം പറയാൻ പറ്റും, വേറെ ആരോടും പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് ഫോളോ ചെയ്യൂ കേട്ടോ. 30 വയസ്സൊക്കെ ഉണ്ടാവും എല്ലാവർക്കും. കുഞ്ഞുങ്ങളൊന്നല്ലോ, ചെറുപ്പം കഴിഞ്ഞു അല്ലെ? പ്രായമായി എന്നൊക്കെ നമുക്ക് തോന്നാൻ പാടില്ല. ഇനി അങ്ങോട്ട് 30 കഴിഞ്ഞ രണ്ട ചെറുപ്പമായിട്ടിരിക്കണം. മിസ് എനിക്ക് 43. വാവ്, വെരി ഗുഡ്. പറയരുത്, ഏജ് പറയാൻ പാടില്ല. പറഞ്ഞോളൂ, പക്ഷെ കണ്ടാല് 43 പറയരുത്. അങ്ങനെ വേണം. ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരുന്നു. 30 കഴിഞ്ഞ പിന്നെ കണ്ടാലും 30 പറയരുത്. എനിക്ക് വലിയൊരു മോനുണ്ട്, 22 വയസ്സായ ഒരു മോനുണ്ട്. കണ്ടാ പറയില്ല. താങ്ക് യു. സന്തൂർ മമ്മി നമുക്ക് അങ്ങനെ ഫോളോ ചെയ്യും എല്ലാവരും. സന്തൂർ മമ്മിയായിട്ട് അതിനുവേണ്ടി അങ്ങനെ ചിന്തിച്ചു നോക്കി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കും, നമ്മുടെ കുറച്ചൊരു സൗന്ദര്യം ശ്രദ്ധിക്കും. അത് നമ്മൾ ഞാൻ എന്റെ മോനോട് പറയാം, നമ്മള് രണ്ടുപേരും ഒരുമിച്ച് വളരുമെന്ന് പറയും. അവരോടൊപ്പം വളരാം. അതാണ് നമ്മള് എന്താണ് നാടോടുമ്പോ നടുവി ഓടണമെന്ന് അറിയില്ല. അത് ചുമ്മാ പറയുന്നല്ല കേട്ടോ. അവരുടെ കൂടെ പോവാണെങ്കിൽ നമുക്ക് ആ ഒരു മൈൻഡ് ആയിരിക്കും. രസാണ്. നമ്മള് മൊത്തത്തിൽ നമ്മൾ മാറുകയാണെങ്കിൽ നമ്മള് എന്താണ് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ കണ്ടാല് അയ്യോ എത്ര വയസ്സായിരുന്നു, ഇത്ര വയസ്സായി കണ്ടാ പറയില്ലല്ലോ, അല്ലെങ്കിൽ ഇത്ര വലിയ കുട്ടിയുണ്ടോ കണ്ടാ പറയില്ലോ എന്ന് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം എന്ത് രസം ഇത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഇനിയൊരു എനർജി, വല്ലാത്തൊരു എനർജിയാണ്. അപ്പൊ അങ്ങനെ ഫോളോ ചെയ്യാൻ നോക്കാം. അപ്പൊ പയ്യെ നമ്മൾ ആരോഗ്യം ശ്രദ്ധിച്ചു തുടങ്ങും. അതുകൊണ്ടാണ് കേട്ടോ, ആരോഗ്യം ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഫേസിലാണെങ്കിൽ മാറ്റങ്ങൾ വരുന്നത്. ആ മാറ്റങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ കുറച്ചുകൂടെ കുറച്ചുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം എന്ന് നമ്മൾ വിചാരിക്കും. അയൺ ഡെഫിഷ്യൻസി സമയത്ത് വരും. എനിക്കുള്ളൊരു എന്റെ ഐസ് ഇല്ലേ, ഫ്രീസറിലുള്ള വെള്ളത്തിന്റെ ഐസ്, അത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ. അപ്പൊ അത് ഡോക്ടർ പറയാം അത് അയൺ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ടാണ് ഐസ്. വെറുതെ ഇങ്ങനെ വയലിട്ട് നമ്മള് സാധാരണ മിഠായി കഴിക്കില്ലേ, ആ ഒരു ബാഡ് ഹാബിറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് പണ്ടുണ്ടായിരുന്നല്ലോ, ഇതുകൊണ്ടാണ്. എനിക്ക് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. വെറുതെ എനിക്ക് അപ്പൊ ഫ്രീസറിൽ പോയി ഐസ് എടുക്കുക, വയലിടുക. രസാണ്, എനിക്ക് ഇഷ്ടമാണ് അമ്മനെ ചീത്ത ഇതൊക്കെ വട്ടുണ്ടാവില്ല. എന്താണ് കാണിക്കുന്നത്? അതെ, ഒരു സന്തോഷാണ് അത്. അതെ, പക്ഷെ അതിന്റെ പുറകിൽ ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്.
അപ്പോ ക്രിസ്മസ് ആണ്, ക്രിസ്മസിൽ തുടങ്ങി ആരോഗ്യത്തിൽ വന്ന് അവസാനിച്ചു. എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുക, ക്രിസ്മസ് ആഘോഷിക്കാം, അതുപോലെ തന്നെ ആരോഗ്യം ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പൊ ഓരോ ആഘോഷങ്ങൾക്കും ഇപ്പൊ ഓരോ മെനു ആണ്. ക്രിസ്മസിന് ഇങ്ങനെ ഒരു മെനു ആണെങ്കിൽ ഓണത്തിന് വേറെ മെനു ആണ്, വിഷുവിന് വേറെ മെനു ആണ്, അല്ലേ? ഇങ്ങനെ പല പല മെനൂസ് ആണ്. ഫുഡാണ് മുഖ്യം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ പിന്നെ എന്താണെങ്കിൽ ആരെങ്കിലും വിശേഷങ്ങൾ പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ, എന്നാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ചുമ്മാ എനിക്ക് ക്രിസ്മസ് എന്നല്ല, എനിക്ക് ഡിസംബർ ഭയങ്കര സ്പെഷ്യൽ ആണ്, ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്റെ ബർത്ത്ഡേ ആണ്, ഡിസംബർ മാസമാണ് എന്റെ ബർത്ത്ഡേ വരുന്നത്. സോ എനിക്ക് ഡിസംബർ ആകുമ്പോൾ തന്നെ എനിക്ക് എന്താണല്ലോ ഭയങ്കര സന്തോഷമാണ്. അതിന്റെ കൂടെ ക്രിസ്മസ് വരുന്നുണ്ട്, ന്യൂ ഇയർ വരുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി എനിക്ക് ക്രിസ്മസ് അല്ല, ഡിസംബർ സ്പെഷ്യൽ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. ആ ഒരു ആഘോഷങ്ങൾക്കിടയിലാണ് എന്റെ ബർത്ത്ഡേ വരുന്നത്, അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഒന്നും ആഘോഷമില്ലെങ്കിൽ പോലും എനിക്ക് എന്റെ ബർത്ത്ഡേ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇപ്പൊ കുറച്ച് വിഷമമുണ്ട്, വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതൊരു ചെറിയൊരു സങ്കടം മാത്രം, മറ്റൊന്നും കുഴപ്പമില്ല. കഴിഞ്ഞോ മിസ്സിന്റെ ബർത്ത്ഡേ കഴിഞ്ഞോ? വരുമോ? എന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആണെന്ന് പറയാൻ ചുമ്മാ, എന്റെ ബർത്ത്ഡേ ന്യൂ ഇയറിനാണ് കേട്ടോ, 31st. എല്ലാവരും ആഘോഷിക്കുമ്പോൾ കൂടുതൽ ഞാനൊന്ന് ആഘോഷിക്കും, അതുകൊണ്ട് ഭയങ്കര സ്പെഷ്യലാ. ഇയർ എൻഡ് ആണ്, ഏജ് കൂടാ, പിന്നെ ക്രിസ്മസ് എല്ലാവരും ആഘോഷിക്കല്ലേ, എന്ത് രസമാണ് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ന്യൂ ഇയറിന്റെ ബഹളങ്ങള്. അതിനെ കൂടുതൽ എനിക്ക് സ്വയം കുറച്ചൊന്ന് ആഘോഷിക്കാമല്ലോ, എന്റെ ബർത്ത്ഡേ ആണല്ലോ. സോ അതുകൊണ്ട് എനിക്ക് ഡിസംബർ ഭയങ്കര സ്പെഷ്യൽ ആണ്. ആ ക്ലൈമറ്റ് ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്, നല്ല ക്ലൈമറ്റ് അല്ലേ. നിങ്ങൾക്ക് തണവിന് കുറെ അസുഖങ്ങൾ വരുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലൈമറ്റ്, ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് തണവ്. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ എനിക്ക് ഡിസംബർ ഭയങ്കര സ്പെഷ്യൽ. അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. പിന്നെ ഞാൻ ഇത്തവണ പറയുകയാണെങ്കിൽ ജസ്റ്റ് പ്രത്യേകിച്ച് ഇത്തവണ പുൽക്കൂട് ഉണ്ടാക്കിയതേ, അത് വിറ്റായിരുന്നു. ഞാൻ എല്ലാ പ്രാവശ്യം തേനയാണ് നമ്മൾ പാവാലോ. ഇത്തവണ കുട്ടികളുടെ റാഗി ഇരിപ്പുണ്ടായിരുന്നു, കുഞ്ഞിന്റെ റാഗി ഇരിപ്പുണ്ടായിരുന്നു മോളുടെ. അപ്പൊ റാഗി വെറുതെ ഇരിക്കുകയാണല്ലോ എന്ന് ചോദിച്ചു, അതെടുത്ത് പാവിന്. അത് മുളച്ചത് അടിപൊളിയാ, ഒരു സ്ഥലത്ത് മുളച്ചു, ഒരു സ്ഥലത്ത് മുളച്ചില്ല. കണ്ടാ ഒരുമാതിരി ലുക്കായിരുന്നു, ഒരു പുൽക്കൂട് തന്നെ ഉണ്ടാക്കി, അബദ്ധമായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു ട്രീ ഉണ്ടാക്കി. പുൽക്കൂട് അന്ന് ക്രിസ്മസ് വരെ ഞാൻ നോക്കി എങ്ങനെയെങ്കിലും മുളച്ചാലോ എന്ന് വിചാരിച്ചു. ക്രിസ്മസിന്റെ തലേ ദിവസം ഞാനത് മാറ്റിയത്, ആൾക്ക് കരോള് വന്നാൽ കാണുമ്പോൾ നാണക്കേടാണ്, ആ രീതിയിലാണ് അത് മുളച്ചത്. അതുകൊണ്ട് അതങ്ങോട്ട് മാറ്റി. ജസ്റ്റ് ഒരു ട്രീയും ഒരു സ്റ്റാറും വെച്ചു, അതിൽ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ മക്കൾക്ക് അടുത്ത വീട്ടിലെ പുൽക്കൂടെന്ന് കാണിച്ചോളൂ, അവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്കും കൊണ്ട് കുറച്ച് തിരക്കാണെന്ന് വെച്ചാല് ജോലി കിട്ടിയ പിന്നെ ആ കാര്യത്തിലൊന്നും എനിക്ക് എൻഗേജ് ആവാൻ പറ്റുന്നില്ല. ഇവിടെ സ്മാർട്ട് സിറ്റിയില് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, 23rd സെലിബ്രേഷൻ. സോ അതിന്റെ കുറെ തിരക്കുകൾ ഉണ്ടായിരുന്നു. ഡാൻസ് പ്രാക്ടീസ്, ക്ലാസ്സിനുണ്ടെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം, അതിന്റെ തിരക്കുകള്. പിന്നെ ആകെ ഒരു ദിവസം കിട്ടിയ 24 ആണ്, അതും ഒന്നും നടന്നില്ല. കാരണം പ്ലാൻ ചെയ്ത പോലെ ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് മൊത്തത്തിൽ തിരക്കാണ് ഇപ്പൊ. ജോലി കിട്ടിയ പിന്നെ നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. ടീച്ചർ ആകും മനസ്സിലാവും, കുറച്ചധികം എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് തിരക്കുണ്ടാവും. ഓക്കെ, കുഞ്ഞു കുട്ടികളാണ്, അപ്പൊ അതിന്റെ ക്രാഫ്റ്റ് ആണെങ്കിലും ഓരോ വർക്ക് ആണെങ്കിലും എല്ലാം ഉണ്ടാവും. എനിക്ക് അത്രയും ഇല്ല കേട്ടോ, അത്രയും തിരക്കൊന്നും ഇല്ലെങ്കിൽ പോലും സ്മാർട്ട് സിറ്റിയിലെ കുറിച്ച് ഞങ്ങൾക്ക് വീക്ക്ലി മിക്കവാറും കോൺവെക്കേഷൻ ഉണ്ടാകാറുണ്ട്. സോ ടീച്ചേഴ്സിന്റെ ഡാൻസ് മസ്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്രിസ്മസിന് പ്രാക്ടീസ് ചെയ്തു, ക്രിസ്മസിന് അല്ലാതെ കുറെ കാര്യങ്ങൾ, ഡെക്കറേഷൻ, അങ്ങനെ കാര്യങ്ങൾ കുറച്ച് അങ്ങനെയൊക്കെ തിരക്കായി. പിന്നെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. പഠിക്കേണ്ട ആവശ്യം പൊതുവെ വരാറില്ല. ഇപ്പോ ക്ലാസ് എടുത്തെടുത്ത് അറിയാം, അതുകൊണ്ട് പഠിക്കേണ്ട വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങള് ടീച്ചറാണ്, കുറെ കാര്യം പഠിക്കണമല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് സിലബസ് മാറിയാൽ മാത്രമേ പേടിക്കേണ്ടതുള്ളൂ. അതുവരെ നമുക്ക് എങ്ങനെയും തട്ടിയും പോകാൻ പറ്റും. പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം, അത്രയൊക്കെയാണ്. എവിടേക്കോ എത്തി. പിന്നെ നിങ്ങൾ പറയൂ, വിശേഷങ്ങൾ പറയൂ. എന്താണ് മിണ്ടുന്നില്ല എല്ലാവരും? അഞ്ജന എന്തോ തിരക്കിലാണല്ലോ. അഞ്ജന നായ മോനാണോ? അതെ മോനാണ്. നമ്മൾ ഓടുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. ഓക്കെ, അഞ്ജന വിശേഷങ്ങൾ പറയൂ. എന്തൊക്കെയുണ്ടായിരുന്നു? ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു? ക്രിസ്മസ് പ്രത്യേകിച്ച് പരിപാടികളായിട്ടൊന്നും ഇല്ലായിരുന്നു മിസ്.
എല്ലാരും വീട്ടിങ്ങനെ അനിയനും ഹസ്ബൻഡും എല്ലാരും പുറത്തായത് കാരണം ആരും ഇല്ലാത്ത കാരണം ഒന്നും സെലിബ്രേറ്റ് ചെയ്തില്ല. എന്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല കേട്ടോ, പുറത്താണ്. ചെയ്തു കേക്ക് വാങ്ങിച്ചു കട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. വാങ്ങി കട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ അടുത്ത് കുട്ടികളുടെ ഒക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നല്ല രസമായിരുന്നു. അല്ല നമ്മൾ വീട്ടിലോട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും അറേഞ്ച് ചെയ്തില്ല, അതേ ഉള്ളൂ. അല്ലാതെ ആഘോഷിച്ചു. ഓരോ എന്ത് വന്നാലും ഓരോ ദിവസം നമ്മൾ എൻജോയ് ചെയ്യുക, ആഘോഷിക്കുക, ശ്രമിക്കുക. രസാണ് ലൈഫ്, അത്രയേ ഉള്ളൂന്നേ. ഓക്കെ, വിസ്മയ എന്തോ പറയാൻ വന്നല്ലോ. എന്റെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം ചെറായിലായിരുന്നു. ഇവിടെ ഭയങ്കര ആഘോഷങ്ങളാണ്. അതായത് ഇപ്പോ 25 എന്ന് പറയുമ്പോൾ നമുക്ക് അതിക്ക് മുന്നേ ഈ മാസം ഫസ്റ്റ് മുതൽ നമുക്ക് ഓരോ പ്രോഗ്രാംസ് ബീച്ചിലൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫെസ്റ്റിവൽ പോലെയൊക്കെയാണ്, നല്ല രസമാണ്. നമ്മളിപ്പോ എന്താണ് ജാതി മത ഭേദമന്യേ അതൊക്കെ ആഘോഷിക്കുന്ന അറിയില്ലേ, അതുപോലെയായിരുന്നു നമുക്ക്. ഇപ്പം ഇൻ കേസ് നമ്മള് പോയത് ചെറായിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്കിപ്പം എറണാകുളത്തുള്ളവരൊക്കെ എറണാകുളത്താണെങ്കിലും ചെറായി എന്ന് പറയുമ്പോ ഒരു വേറൊരു ഫീലാണ്. അതുകൊണ്ട് എറണാകുളത്ത് അത്രയും സ്പെഷ്യലായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഇങ്ങോട്ടും വരുന്നവരുണ്ട്. ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും നമ്മുടെ റോഡിലൊക്കെ. അങ്ങനെ ഒരു അടിപൊളി സ്ഥലമാണ് ഞങ്ങളുടെ. എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യും. ഈ ഒരു ഇനിയിപ്പോ എന്താണ് ന്യൂ ഇയറിന്റെ സ്പെഷ്യൽ ആയിട്ട് ഇപ്പോഴും തുടങ്ങുന്നുണ്ട്. ഇപ്പോഴേ അതിന്റെ ഒരുക്കങ്ങള്, ക്രിസ്മസ് കഴിഞ്ഞാൽ കൂടി ഇപ്പോഴും ആൾക്കാർ നല്ല, ഇപ്പൊ മിനിയാന്ന് പോലും ഞങ്ങള് ബീച്ചിൽ പോയപ്പോഴൊക്കെ നല്ല തിരക്കായിരുന്നു. പിന്നെ അതുപോലെ പുതുവൈപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കുഴുപ്പള്ളി, എല്ലാ ബീച്ചിലും ഫെസ്റ്റ് നടക്കണം. അതൊക്കെ അടുത്തടുത്താണെങ്കിൽ കൂടി എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ഏരിയ ആണ് നമ്മുടെ. എല്ലാവരും ഒന്ന് ഇവിടെ അല്ല, നമ്മുടെ എറണാകുളത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ വേറെ ഡിസ്ട്രിക്റ്റിലൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഞാൻ പറഞ്ഞതാ. ഇവിടെ മൊത്തത്തിൽ ആഘോഷമാണ്. ഞാൻ അടുത്താണ് വിസ്മയ. മിസ്സേ പറൂരല്ലേ? ഇവിടെ ഉണ്ടാവാറുണ്ട്. ചെറായി മെയിൻ ആണല്ലോ, എറണാകുളത്ത് പോകാൻ പറ്റിയ ചെറായി. അതെ അതെ. പിന്നെ താങ്ക് യു. ആരാണ് എന്നെ വിഷ് ചെയ്തത്? താങ്ക് യു രിജിഷ. താങ്ക് യു രിജിഷ. പിന്നെന്താ വെക്കേഷൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുട്ടികൾക്കെല്ലാം വെച്ചാൽ ഒരുമിച്ച് വെക്കേഷൻ പോലെയാണ്. എന്നുവെച്ചാൽ വെക്കേഷൻ തുടങ്ങി ഫെസ്റ്റിവൽ ഞങ്ങളിവിടെ ഈ ബീച്ച് സൈഡാണ് കൂടുതലും. പിന്നെ അഴീക്കോട് ഫെസ്റ്റിവൽ എന്ന് പറയും, അഴീക്കോട് ഫെസ്റ്റിവൽ അവിടെ. അതേപോലെ തന്നെ ഞങ്ങൾ ഈ ദേശത്തൊക്കെ ഒരുപാട് ബീച്ചുകൾ അടുത്തടുത്തുള്ളതുകൊണ്ട് എല്ലായിടത്തും ഫെസ്റ്റിവലാണ്. എവിടെ പോകണമെന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവും. അങ്ങനെ എല്ലാ ദിവസവും ഇപ്പൊ മഞ്ഞ് കൊണ്ടാണ് വയ്യാണ്ടായത്, ചുമ എല്ലാതും ഉണ്ട്. ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് ചുമ വരുന്നവരാണ് പിന്നെ കൂടുതലും സംസാരിക്കാതിരുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ അഴീക്കോടൊക്കെ ഫെസ്റ്റിവൽ സൂപ്പറായിരുന്നു. ഹണി റോസ്, നസീൻ അവരെല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 31-ാം തീയതി തുടങ്ങി 2-ാം തീയതി വരെ ഇനി ക്ലാസ്സിൽ ഉണ്ടാവൂല മിസ്സേ. അവിടെ മോൾക്ക് SPCയിലുണ്ട്. അപ്പൊ സ്കൂളിൽ SPCയിൽ ഒരു ക്യാമ്പ് ഉണ്ട് വെക്കേഷൻ. അപ്പൊ ഞാനൊരു ചെറിയ PTA പ്രസിഡന്റാണ് SPCയില. അപ്പൊ പൊസിഷൻ ഉണ്ട് SPCയില്. അപ്പൊ അതിന്റെ ക്യാമ്പിൽ ഫുൾ ടൈം നമ്മ രക്ഷിതാക്കളാണ്. അതിൽ കമ്മിറ്റിയിലുള്ളവരാണ് ഫുഡ് ഉണ്ടാക്കുക. പുറത്തൊന്നും ഫുഡൊന്നും വാങ്ങിക്കില്ല. അത് ലാവിഷ് ഫുഡാണ്, ബിരിയാണി, മന്തി, നെയ്ച്ചർ, അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ആണ്. 3 ദിവസം അടിച്ചു പൊളിക്കായിരിക്കുള്ളൂ. നമ്മൾ വെച്ചാൽ കുട്ടികൾ മാത്രമല്ല, നമ്മ രക്ഷിതാക്കൾ കുറച്ച് പേരുണ്ടാവും. സ്കൂൾ ലൈഫ് തിരിച്ചു കിട്ടിയ പോലെ തന്നെയാണ്. എല്ലാവരും ഫുൾ ടൈം അവിടെ ഉണ്ടാവും. ഭയങ്കര എൻജോയ്മെന്റ് ആയിരിക്കുള്ളൂ. 3 ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മൾ ഒരു കോളേജ് ലൈഫിലേക്ക് പോയി വിട്ടണം. എല്ലാരും പറയും അത് ഏജ് പ്രായമുള്ളവരുണ്ട്, അതിൽ കുറഞ്ഞവരുണ്ട്. പക്ഷെ എല്ലാരും കൂടി ഒരുമിച്ചാകുമ്പോ സാറുമാരും കുട്ടികളും എല്ലാരും കൂടി അടിപൊളിയാണ് ക്യാമ്പിലൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ ആയിരുന്നു, ഓണത്തിനായിരുന്നു. ഇപ്രാവശ്യം ക്രിസ്മസിന് അടിച്ചുപൊളി തന്നെയാണ്. ഫുഡിലാണ് അടിച്ചുപൊളി. എന്താണ് പറഞ്ഞു വന്നതുണ്ടോ ഫുഡ്? ഓക്കെ, അപ്പൊ ചെറിയ PTA പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ എൻജോയ് ചെയ്യുക, ക്ലാസ്സിൽ ഉണ്ടാവൂലെന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക, പഠിക്കാൻ നോക്കാം. പിന്നെന്താ, അപ്പൊ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇനിയൊന്നും പറയാനില്ലല്ലോ. അതാണ് സെലിബ്രേഷൻ. നല്ല സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വയ്യാതിരിക്കുകയാണ്, ഹെൽത്ത് ഒക്കെ ഓക്കെയാണ്, ശ്രദ്ധിക്കുക. അപ്പൊ ഇനി മടിയൊന്നും പാടില്ല, ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുക. വെക്കേഷൻ കഴിഞ്ഞു.
ഓക്കെ, ഇനി പഠിക്കാൻ നോക്കാം. ദെൻ പിന്നെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്ക് സൈൻ ഔട്ട് പറയുന്നുണ്ടോ? മിസ് ഞാനാണ് സൈൻ ഔട്ട്. Thank you so much, Ashwati Miss, and all my friends for participating today's class. Today we are conducting a small Christmas and New Year celebration. I wish you all a Merry Christmas and a Happy New Year. May the new year brings you peace and joy and all the things your heart desires. Wishing you a bright 2026 and a spectacular start to the season filled with adventures and beautiful moments. The end of the 2026, our dream will come true to become a Montessori teacher. I wish you all a bright future. Thank you so much. Okay, so thank you all, and a Happy New Year to all. So see you on next class. Okay, bye. Happy New Year to all. Thank you.